ഔട്ട് ആയതിനു ശേഷം ഉണ്ടല്ലോ ചിലപ്പോൾ ആ പക്ഷത്തിന്റെ കൂടെ ചിലപ്പോൾ ജനങ്ങൾ നിൽക്കണമെന്ന് നിർബന്ധമില്ല, ചിലപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടും സംഭവിക്കാം. എപ്പോഴെങ്കിലും ഏതെങ്കിലും നമ്മളെടുത്ത പക്ഷം ഓപ്പോസിറ്റ് ആയിട്ട് വന്നതുകൊണ്ട്, അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിന് വിമർശിച്ചത് കൊണ്ട് നമ്മളുടെ പക്ഷം അല്ലെങ്കിൽ നമ്മളുടെ കാഴ്ചപ്പാട് മാറ്റേണ്ടത്. ഞാൻ പറഞ്ഞ ഇപ്പൊ നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്, അത് ഞാൻ ശരിയെന്ന് വിചാരിക്കുന്നു. പക്ഷെ നമ്മുടെ ഒരു ചർച്ചയിലോ ഈ ജനകീയ കോടതിയിൽ വരുന്ന അതിഥിയോ നമ്മുടെ കാഴ്ചപ്പാടിനെ തിരുത്തുന്ന രീതിയിൽ നമുക്ക് ബോധ്യപ്പെട്ടാൽ എനിക്ക് അത് തിരുത്താൻ ഒരു മടിയില്ല. ഞാൻ എൻ്റെ ചർച്ചകളിൽ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഇൻട്രോയുടെ നിലപാടിൽ ഏറ്റവും ഒടുവിൽ വരുമ്പോൾ തെറ്റാണെന്ന് ഞാൻ സമ്മതിച്ചിട്ടുണ്ട് നേരത്തെ ചർച്ചയിൽ. എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനൊരു മടി വരേണ്ട കാര്യമില്ല, അത് ഈഗോ വിചാരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിനകത്താണെങ്കിൽ ഇപ്പൊ ജനകീയ കോടതിയുടെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചർച്ചയുടെ ഒരു ഫോർമാറ്റ് അല്ല, അത് കോടതിയാണ്. അതിനകത്ത് എന്താണ് ഒരു പ്രതിക്കൂട്, ഒരു വാദിക്കൂട് എന്നൊരു സാധനമുണ്ട്, ജഡ്ജുണ്ട്. പ്രതിക്കൂട്ടിൽ വന്നിരിക്കുന്ന ആളോട് നമ്മളൊരു വക്കീലിന്റെ പണി എടുക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കൺസെപ്റ്റ്. അയാളോട് ഒരു കുറച്ച് ക്രിട്ടിക്കലി ചോദിക്കുക എന്നുള്ളതാണ് അതിന്റെ രീതി. അപ്പൊ അവിടെ പക്ഷെ നമ്മളൊരു പക്ഷം എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്ന ആളോട് ക്രിട്ടിക്കലായിട്ട് ചോദിക്കുക എന്നുള്ളതാണ്. ഇപ്പുറത്ത് വന്നിരിക്കുന്ന അയാളെ കൗണ്ടർ ചെയ്യാൻ വന്നിരിക്കുന്ന ആൾ നമ്മളെ സഹായിക്കാൻ വരുന്ന വാദിയാണ്, അദ്ദേഹം ക്രിട്ടിക്കലായിട്ട് ചോദിക്കുകയാണ്. അങ്ങനെയാണ് അതിന്റെ ഒരു കൺസെപ്റ്റ്. അപ്പൊ അവിടെ നമ്മുടെ ഒരു പക്ഷത്തിന് വലിയ പ്രാധാന്യമില്ല. നമ്മൾ ആരായാലും വന്നിരിക്കുന്ന ആളോട് എന്താണ് പ്രശ്നം, എന്താണ് മൊത്തത്തിൽ പ്രശ്നമാണല്ലോ എന്ന രീതിയിൽ സമീപിക്കുകയാണ് ആ പ്രോഗ്രാമിന്റെ ശൈലി. അശ്വന്ത് കോക്ക് എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ട്രോള് പറഞ്ഞായിരുന്നല്ലോ, അപ്പം അശ്വന്ത് കോക്കിനോട് സംസാരിച്ചു. അപ്പൊ കോക്ക് ഈ മലങ്കൾട്ട് ഇടയ്ക്കിടയ്ക്ക് പറയുമല്ലോ പുള്ളി, മലങ്കൾട്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഭയങ്കര അധിക്ഷേപ പരാമർശമല്ലേ മലങ്കൾട്ട്, എന്താണ് ഈ മലങ്കൾട്ട് എന്ന് ചോദിച്ചു. അപ്പം അശ്വന്ത് കോക്ക് പറഞ്ഞു, ഇപ്പൊ നിങ്ങളുടെ ചാനൽ ചർച്ച കഴിയുമ്പോൾ നിങ്ങൾ സീരിയസ് ആയി ചെയ്യുന്ന ആൾക്കാർ ചിരിക്കുമോ, അതാ മലങ്കൾട്ട് എന്ന് പറഞ്ഞു. വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കളയാം. ഇത് എഡിറ്റിംഗ് ടേബിൾ എഡിറ്റ് പ്രോഗ്രാമാണ്, അത് എന്റെ കയ്യിലാണ്, വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. അപ്പം ഇത് പുറത്തു പോകുമ്പോൾ ട്രോളാണെന്ന് നമുക്ക് ഉറപ്പായിട്ടും അറിയാം. നമുക്കറിയാം, നമ്മൾ കുറെ കാണുന്ന ട്രോളാന്ന് ഉറപ്പായിട്ടും അറിയാം. എന്നിട്ടും അതങ്ങ് വിടുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. എന്ന് പറഞ്ഞാൽ അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ പോയില്ല. ഞാൻ പറഞ്ഞത് എന്താണ്, പെട്ടെന്ന് തന്നെ അങ്ങനെ മറുപടി വരാൻ പറ്റുന്നത് അശ്വന്തിന്റെ കഴിവാണ്. നമ്മളത് അത് കത്രി വെച്ചെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അതൊരു വർക്കൗട്ട് ആവുമല്ലോ. അത് സ്വാഭാവികമായിട്ടും നമുക്ക് ട്രോള് വരും എന്നറിഞ്ഞുകൊണ്ട് തന്നെ ആ സാധനങ്ങളൊക്കെ അങ്ങ് പോകുന്നതാണ് അതിന്റെ ഭംഗി. അങ്ങനെ തന്നെ അടുത്ത ചെയ്തിട്ടുള്ളൂ. അതെ, ഈ പറഞ്ഞ പോലെ നിഷ്പക്ഷമായിരിക്കണം മാധ്യമ പ്രവർത്തനം എന്ന് എല്ലായ്പ്പോഴും പറയുമല്ലോ. പക്ഷേ ചില സന്ദർഭങ്ങളിലെങ്കിലും നമുക്കത് നിഷ്പക്ഷമായിട്ട് ചിലപ്പോൾ മാധ്യമ പ്രവർത്തകർക്ക് നിൽക്കാൻ പറ്റാറില്ല. അത് ഈ പറഞ്ഞ പോലെ ചാനൽ ചർച്ചകളുടെയൊക്കെ ഭാഗമായിട്ടായിരിക്കും. ചില കാര്യങ്ങൾ, ചില വിഷയങ്ങളിൽ നമ്മളോട് സൈലന്റ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ ആ സ്ഥാപനം നമ്മളോട് ആവശ്യപ്പെടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ 24-ന്റെ കാര്യത്തിൽ ഒരു എക്സെപ്ഷൻ ആയിട്ട് മാറ്റി നിർത്താം. പക്ഷെ എന്നാലും പല ചാനലുകളിലും വർക്ക് ചെയ്തിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണല്ലോ. അപ്പോൾ മറ്റ് ആ ചാനലിന്റെ ഭാഗത്ത് നിന്നേ ഇല്ല, ഇത് ഈ വിഷയത്തിൽ നിങ്ങൾ പ്രതികരിക്കേണ്ട, അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾ മദ്യം പാലിക്കേണ്ട, ഒരിടത്തും പറയാതിരിക്കേണ്ട എന്നുള്ള രീതിയിലുള്ള സമീപനങ്ങൾ ഉണ്ടാകുമ്പോൾ, തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരു വിരോധാഭാസമാണല്ലോ. അതിനെ മാധ്യമ പ്രവർത്തകൻ എങ്ങനെ കാണാറ്, അസ്വസ്ഥമാക്കാറുണ്ട് അത്തരം തീരുമാനം? ഞാൻ ടു ബി ഓണസ്റ്റ് ഞാൻ പറയുന്നത്, എനിക്കിപ്പോ പല മാധ്യമ പ്രവർത്തകർ പറഞ്ഞു കേട്ടുണ്ട് അവർക്ക് കിട്ടിയ നിർദ്ദേശങ്ങളെ പറ്റിയൊക്കെ. എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള സത്യമാണ്. ഒരു ചാനലിലും ഒരു ചാനൽ എന്നോട് ഒരാൾ വന്ന് ഇന്ന രീതിയിൽ ചർച്ച നയിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അത് ഞാൻ പറയാൻ വിശ്വസിക്കുക, ഞാൻ ചുമ്മാ പറയാമെന്ന് എനിക്ക് ആൾക്കാർ കരുതുമെന്ന് എനിക്കറിയില്ല. എനിക്ക് വ്യക്തിപരമായി എനിക്ക് അങ്ങനെ അനുഭവമില്ല. ഒരാൾ എന്നോട് വന്നിട്ട് ഇതാണ് നമ്മുടെ പൊളിറ്റിക്കൽ ആംഗിൾ ഇതാണ്, അല്ല ചർച്ച ഈ രീതി നയിക്കണം എന്ന് എന്നോട് ഒരാളും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതെനിക്ക് അത്ഭുതമാണ്. ഇനി എന്റെ മാത്രം അനുഭവം, ഇനി നമ്മളോട് പറയാൻ നമ്മളെല്ലാം തിരിച്ചു പറയുമെന്ന് വിചാരിച്ചിട്ട് പറയാതിരിക്കുന്നതാണെന്ന് അറിയില്ല. എന്നോട് തന്നെ പറഞ്ഞിട്ടില്ല. ഇത് ചേട്ടാ, ഞാനൊരു റൗണ്ടിലേക്ക് കൊണ്ടുപോവാണ്. നിലപാട് എന്നുള്ളതാണ് ഈ റൗണ്ടിന്റെ പേര്. അതായത് നമ്മളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചില വിഷയങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ്റെ അതിലെ നിലപാട് ആസ് എ മീഡിയ പേഴ്സൺ പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഓക്കെ, ആദ്യത്തെ വിഷയം ഈ പറഞ്ഞ പോലെ ഫിലിം റിവ്യൂസ് ആണ്. ഈ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നതാണല്ലോ. അതായത് ഫിലിം റിവ്യൂസുകൾ ഓൺലൈൻ ചാനലുകളിലിരുന്ന് സിനിമ നിരൂപണം ചെയ്യുന്ന ആളുകളുടെ നിരൂപണങ്ങൾ ഒരു പരിധി വരെ നമ്മുടെ സിനിമകളെ മോശമായിട്ട് ബാധിക്കുന്നു എന്നുള്ളൊരു ഒരു വാർത്ത. എങ്ങനെ ചേട്ടൻ്റെ ഒരു നിലപാട് എന്താ ഈ വിഷയം? സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമയുടെ കണ്ടന്റ് ഗംഭീര കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു റിവ്യൂർ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കണ്ടന്റ് മോശമാണെന്നുണ്ടെങ്കിൽ ഒരു റിവ്യൂർ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കാതൽ എന്ത് ഗംഭീരമായിട്ട് കൂടുകയാണ്. ഇപ്പൊ അശ്വന്ത് കോക്ക് തന്നെ മോശം സിനിമ എന്ന് പറഞ്ഞ സാധനം. ഇപ്പം അശ്വന്ത് കോക്ക് ഒരു സിനിമ പൊളിക്കാൻ കരുത്തുള്ള ആളാണെങ്കിൽ കാതൽ ഓടത്തില്ല. ഇപ്പോൾ ഓടുകയാണ്. ആ ഫിലിം ഫെസ്റ്റിവലൊക്കെ ഗംഭീരമായ റെസ്പോൺസിബിലിറ്റി കൂടുകയാണ്. അങ്ങനെ നല്ല കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സിനിമ ഓടുന്നേ, അത് ഉറപ്പാണ്. ഞാനൊന്ന് അരി പത്തായത്തിലുണ്ടെങ്കിൽ എലി ആന്ധ്രാപ്രദേശിൽ നിന്ന് വരും എന്ന് പറയുന്ന പോലെ നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ, സിനിമയ്ക്ക് നട്ടലുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പൊളിക്കാൻ ആർക്കും പറ്റില്ല. അത്തരം നിരൂപണങ്ങൾ ഈ പറഞ്ഞ പോലെ ബാൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നെവർ. പക്ഷേ നമ്മൾ ജനാധിപത്യ, നമ്മൾ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് ജീവിക്കുകയല്ലേ. അപ്പോൾ ഒരാൾ ഇപ്പൊ നമ്മൾ അശ്വന്ത് കോക്കിന്റെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അശ്വന്ത് കോക്ക് പറയുന്നത്, അശ്വന്ത് കോക്കിന്റെ വാദം പറയുന്നത്, ഞാനൊരു സിനിമ കണ്ടിട്ട് ഞാൻ എന്റെ നിലപാട് പറയുന്നു, അത് എന്റെ നിലപാടാണ്, എന്റെ അഭിപ്രായം ഞാൻ പറയുകയാണ്. അത് വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാ? അപ്പൊ ചോദ്യം, അപ്പൊ നിങ്ങൾ പൈസ മേടിച്ചൊരു സിനിമ തകർക്കാൻ വേണ്ടി, അത് മോശമാണ്. അപ്പൊ നിങ്ങൾ പൈസ മേടിച്ചൊരു സിനിമ തകർക്കാൻ വേണ്ടി
മനഃപൂർവ്വം തേജോവധം ചെയ്യാൻ വേണ്ടി എഴുതുന്നു. അപ്പോൾ ആശുപത്രിക്ക് ഫോൺ കാണിക്കുന്നു, നിങ്ങൾ ഈ അക്കൗണ്ട് നമ്പർ നോക്കും, ഒറ്റ പൈസ ഒന്ന് കാണിക്കും. പൈസ മേടിച്ച് ബോധപൂർവ്വം ഗൂഢാലോചനയിൽ കൂടി സിനിമ തകർക്കാൻ നോക്കുന്നത് തെറ്റ് തന്നെയാണ്, സംശയമില്ല. പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ കണ്ട് മോശമെങ്കിൽ മോശം, നല്ലതെന്ന് പറയാനുള്ള അവകാശം പൈസ കൊടുക്കുന്നുണ്ട്. അതാണ് ബേസിക്കലി. സിനിമ ഗംഭീരമാണോ ആള് കണ്ടിരിക്കും, അതിനെ പൊളിക്കാന്ന് ആർക്കും പറ്റില്ല. ഓക്കെ, അടുത്ത വിഷയം പറയട്ടെ. ഈ ദുരന്ത മുഖങ്ങളിൽ ഔചിത്യ ബോധം നഷ്ടപ്പെടുന്നുണ്ടോ മാധ്യമങ്ങൾക്ക്, ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ? ചിലപ്പോഴൊക്കെ ഉണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട്. അതിന് ഏറ്റവും ഒടുവിലത്തെ എന്ന് പറഞ്ഞാൽ ഓയൂര് കുഞ്ഞിനെ കാണാതെ പോയി എന്ന് പറഞ്ഞാൽ അന്ന് ഞാനടക്കം അവിടെ പോയതാണ്. നമ്മൾ ആ രാത്രി അടുത്ത രാത്രിയൊക്കെ ഉറക്കമില്ലാത്ത ദിവസങ്ങൾ 24/7 കംപ്ലീറ്റ് വർക്ക് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിൽ. അപ്പൊ അതിനിടയ്ക്ക് അവിടെ ആ ഞാൻ പറഞ്ഞത് ഇപ്പോൾ മൊത്തം ലൈവ്, കംപ്ലീറ്റ് ലൈവാണ്. ലൈവിനിടയ്ക്ക് സംഭവിക്കുന്നതൊക്കെ ആയിരിക്കാം. പക്ഷെ എന്നാൽ പോലും ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് പൈസ വന്നില്ലെങ്കിൽ കുഞ്ഞിനെ വകവരുത്തുമെന്നെല്ലാം പറഞ്ഞു. നമ്മൾ എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. മോശമാണ്, തെറ്റാണ്, ചോദിക്കാൻ പാടില്ല. അത് മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത്ര പ്രായക്കുറവുള്ള മാധ്യമപ്രവർത്തനമൊന്നും അല്ല. അങ്ങനെ ചോദിക്കാൻ പാടില്ല. അത് തെറ്റാണെന്ന് പറയുമ്പോൾ തന്നെ ആ ഒരൊറ്റ ചോദ്യം എടുത്ത് വെച്ചിട്ട് മൊത്തം ഔചിത്യം ഇല്ലാതെ അലമ്പാണ്, കംപ്ലീറ്റ് പ്രശ്നമാണ്, ഇവരാണ് മൊത്തം പ്രശ്നം എന്ന് നിലയ്ക്ക് കാണിക്കാൻ പറ്റില്ല. കാര്യം നമ്മൾ മാധ്യമങ്ങൾ അവിടെ പ്രഷർ ചെയ്യുന്നതുകൊണ്ടാണ് അത്രയും ഒരു വേഗത്തിൽ അത് കാര്യങ്ങൾ സംഭവിച്ചത്. നോ ഡൗട്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ ഫുൾ എടുത്തത് അത്ര പ്രശ്നം വരുന്നതുകൊണ്ടാണ് ഈ കുട്ടി അവിടെ ഇറക്കി വിട്ടിട്ട് പോകേണ്ടി വരുന്നത് പറയുന്നത്. നമ്മൾ പറയുന്നതല്ല, MR അജിത് കുമാർ അടക്കമുള്ളവർ മാധ്യമങ്ങളുടെ പങ്കിനെ അത് പ്രകീർത്തിച്ചാണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വാർത്താ ചാനലുകളാണ് 24, മാതൃഭൂമി, ഏഷ്യാനെറ്റ്, റിപ്പോർട്ടർ ചാനൽ തുടങ്ങിയവയൊക്കെ. ഇതിലെ വാർത്താ അവതാരകരും വളരെ ഫെമിലിയർ ആണ് നമുക്ക്. എവിടെ വെച്ച് കണ്ടാലും ഈ അവതാരകനല്ലേ അല്ലെങ്കിൽ ഈ അവതാരികയല്ലേ എന്നൊക്കെ നമുക്ക് ഓടിച്ചെന്ന് കാര്യം പറയാൻ പറ്റുന്ന അത്ര ഫെമിലിയർ ആണ്. ഇപ്പോൾ സീരിയലിലൊക്കെ നമ്മുടെ വീട്ടിലെ TV-യിൽ കാണുന്ന താരങ്ങളെ പോലെ തന്നെ നമുക്ക് ഇഷ്ടമാണ് പല അവതാരകരെയും. അത്തരത്തിൽ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ കൊണ്ടും മറ്റ് സ്ട്രോങ് ആയിട്ടുള്ള കണ്ടന്റ് വീഡിയോകൾ കൊണ്ടുമൊക്കെ ചർച്ചയാകുന്ന ആളാണ് ഹാഷ്മി എന്ന അവതാരകൻ. തന്റെ വാക്ചാതുരി കൊണ്ടാണ് ഹാഷ്മി പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാറുള്ളത്. എന്തിനേയും പറ്റി ആരെയും മുഖം നോക്കാതെ നിലപാട് പറയുന്ന ഒരാൾ കൂടിയാണ് ഹാഷ്മി. ഹാഷ്മിയുടെ ഇതുവരെയുള്ള ജീവിതം നിരവധി ഭീഷണികളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടാകും. എങ്ങനെയാണ് ഈ പഠിത്തം അല്ലെങ്കിൽ ഓരോ ഡിബേറ്റുകളെയും ആളുകളെയും എങ്ങനെ എടുക്കുന്നു, ഓരോ വലിയ വലിയ ചർച്ചകൾക്ക് ശേഷം ആ രംഗം എങ്ങനെയാണ് ശാന്തമാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹാഷ്മി ഇപ്പോൾ തുറന്നു പറയുകയാണ്.